തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. അതായത് ഒരു ഫുൾ പോട്ടി ക്ലീൻ ചെയ്യുന്നതും അത് കുക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള A to Z കംപ്ലീറ്റ് ഗൈഡാണ്. ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാം. താല്പര്യമില്ലാത്തവർക്കും ഇത് ക്ലീൻ ചെയ്യുന്നത് കാണാൻ താല്പര്യമില്ലാത്തവർക്കും സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കശാപ്പുശാലയിൽ നിന്ന് വാങ്ങിയ ഫുൾ പോട്ടി നമ്മൾ നന്നായിട്ട് ഒഴുക്ക് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിൻ്റെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫുൾ പോട്ടിയെ നമ്മൾ കണ്ടിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നതെന്ന് ജസ്റ്റ് കാണാം. അങ്ങനെ നമ്മുടെ ഫുൾ പോട്ടിയെ ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചെരുവത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറുതാക്കിയ കഷ്ണങ്ങളെല്ലാം തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് അതിൻ്റെ തൊലിയും മറ്റ് വേസ്റ്റുകളെല്ലാം കത്തി വെച്ച് ചിരണ്ടി കളയുകയും തൊലി പൊളിച്ച് കളയുകയും ചെയ്യുന്ന ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇനി പോട്ടിയുടെ ഉള്ളിലെ ലെയർ എങ്ങനെയാണ് നമ്മൾ കളയുന്നതാണ് കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് എങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാണ്. നമ്മൾ ഉള്ളിൽ ഒരു സൈഡിൽ നിന്ന് വലിച്ച് അതിൻ്റെ അകത്തേത് പൊളിച്ച് കളയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വേസ്റ്റുകളും അതുപോലെ തന്നെ ആ തൊലിയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ രാവിലെ ഒരു ഏകദേശം 9:30 ആയപ്പോൾ തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ 12 മണിയോളം ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കാണുന്നത് പോലെയല്ല, നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒത്തിരി ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈം ലാപ്സിലിട്ട് ഓരോരോ ഭാഗങ്ങൾ നിങ്ങളെ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കത്തി വെച്ച് കണ്ടിക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്ത ഭാഗത്തിൻ്റെ മറ്റേ ഉള്ളിൽ എവിടെയെങ്കിലും ചാണകത്തിൻ്റെയോ വേസ്റ്റിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കല്ലിലിട്ട് ഉരച്ച് കളയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഉരച്ച് ചൂടുവെള്ളത്തിലിട്ട് പൊട്ടിയെടുത്ത് ഓരോന്നിനെയും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെ ഉരച്ചതിൻ്റെ വേസ്റ്റുകൾ കളയുന്ന ഭാഗമാണിത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. നമ്മൾ പരിപാടി തുടങ്ങിയ സമയത്ത് ഇതിന് മാത്രം വെയിലും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വെയിൽ നമ്മുടെ കറക്റ്റ് തലയുടെ മേളിൽ നിന്നായിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 9:30 ആയപ്പോൾ തുടങ്ങിയ പരിപാടി ഏകദേശം 12-12:30 ആയപ്പോഴത്തേക്കാണ് ഈ ഒരു സ്റ്റേജിലെത്തിയത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നേരമൊന്നുമില്ല. നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കുന്നതും മറ്റ് ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നതും ഒക്കെ ചുണ്ണാമ്പൊക്കെ വെച്ച് കഴുകുന്നത് ഈ രീതിയിലല്ല. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പണ്ട് മുതൽ ചെയ്തു വരുന്ന രീതിയിലുള്ള ക്ലീനിങ്ങാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ്ങാണ് നമ്മൾ ചെയ്ത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഊട്ടിയുടെ ഈ ഭാഗത്തിന് കോട്ടയം സൈഡിൽ പറയുന്നത് പൊതി, പുസ്തകത്താൾ, ഇങ്ങനെ പല പേരുകളിൽ അറിയും. പലയിടത്ത് പല രീതിയിലായിരിക്കും അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ താൾ പോലെയുള്ളതിനെ നമ്മൾ മാറ്റി അതിൻ്റെ അകം ക്ലീൻ ആയിട്ടുണ്ടോ, ഇനി എവിടെയെങ്കിലും ചാണകമോ അതുപോലെ കറുത്ത പാടിലുള്ള വേസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓരോന്ന് മറിച്ച് നമ്മൾ നോക്കിയിട്ടാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. എന്തായാലും ഉച്ചയായല്ലോ. എന്നാൽ ഈ കാണുന്ന കരിക്കിൽ നിന്ന് 2 ഇട്ട് കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി പരിപാടി ആകാമെന്ന് വെച്ചു. കരിക്ക് കുടിച്ച് പൂട്ടി ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ അടുത്ത സെക്ഷൻ, അതായത് അത് ഞുറുക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക എന്നുള്ള ഞുറുക്കുന്ന സെക്ഷനിലോട്ട് പോയി. ഇത് എന്ത് കാണിച്ചാലും 1 മണിക്കൂറിന് മേലെ എടുക്കും. അപ്പോൾ അത് നിങ്ങളെ ടൈം ലാപ്സിലിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇനി അത് ഞുറുക്കി തീരുന്നത് വരെയുള്ള ക്ലിപ്പ് നമുക്ക് കാണാം.
അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഫുൾ പോട്ടിയും ഞുറുക്കി കുഞ്ഞാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്നോടെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ മസാലയും മറ്റ് ചേരുവകളെല്ലാം ചേർക്കാനായിട്ട് പോകുന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ പോട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിൽ കാണിക്കുന്നതിനും പിന്നെ മറ്റു എളുപ്പത്തിനുമായിട്ട് നമ്മൾ 2 പാത്രത്തിലാണ് ഇതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാത്രം, ആദ്യം കണ്ടത് മറ്റൊരു വലിയ ചെരുവവും, അങ്ങനെ രണ്ടായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ചേർത്തത് ആവശ്യത്തിന് കരിയാപ്പല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയുടെ പൊടി, അങ്ങനെ എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ എല്ലായിടത്തോട്ടും നല്ല രീതിയിൽ ഇളക്കി തിരുമ്മി പിടിപ്പിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എന്തോരം നേരം ഇളക്കുന്നോ എന്തോരം അതിൽ പിടിക്കുന്നോ അതനുസരിച്ചാണ്. അതോടൊപ്പം ലാസ്റ്റ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇടും. അത് വെന്ത് വരുന്നതനുസരിച്ച് ഉപ്പ് പിന്നെയും നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം ചേർത്തതിന് ശേഷം നേരെ ഇവനെ നമ്മൾ അടുപ്പിലോട്ട് തട്ടുവാണ്. അങ്ങനെ അവനെ എടുത്ത് അടുപ്പിൽ വെച്ചു. ഇനി അവൻ അവിടെ ഇരുന്ന് വേവട്ടെ. അടുത്ത ചെരുവത്തിലും നമ്മൾ സെയിം ചേരുവ തന്നെ ചേർത്തേക്കുന്നത്. അതിൽ ലാസ്റ്റ് കാണിച്ചേക്കുന്നത് നമ്മുടെ കല്ലുപ്പ് നമ്മളതിൽ കലക്കി ഒഴിച്ചേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. ഇനി അവനെയും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി മസാലയും പൊടികളും എല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവനെ ഇളക്കുന്നതാണ് വീണ്ടും കാണുന്നത്. അങ്ങനെ രണ്ടാമത്തെ ചെരുവവും നമ്മൾ അടുപ്പിൽ കയറ്റിയിരിക്കുകയാണ്. അതിനെ ഒന്നോടെ ഇളക്കുവാണ്. ഇനിയാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ല കുത്തിയിരിക്കുന്ന തേങ്ങായും അതുപോലെ തന്നെ ചെറുപുള്ളി, കാന്താരിമുളക്, നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടായിട്ട് കാന്താരിമുളക്, പച്ച കാന്താരി ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെറുപുള്ളി, പച്ച കാന്താരി, തേങ്ങാക്കൊത്തുമാണ് ഇപ്പോൾ ചേർത്തത്. പലയിടങ്ങളിൽ സവോള ചേർക്കാറുണ്ട്. സവോള ചേർക്കുമ്പോൾ ഒരു മധുരിപ്പ് മൊത്തത്തിൽ പൊട്ടിക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സവോളയ്ക്ക് പകരം ചെറുപുള്ളി ചേർക്കുന്നതായിരിക്കും ടേസ്റ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് നാൾ നമ്മൾക്ക് ഫ്രിഡ്ജിലോ അല്ലാതെ സൂക്ഷിച്ച് വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ സവോളയേക്കാളും നല്ലത് ചെറുപുള്ളിയാണ്. നമ്മൾ സാധനം ഇളക്കി വന്നപ്പോഴത്തേക്ക് കരിയാപ്പില ഒരു ശകലം പോരായ്മ പോലെ വന്നു. അതുകൊണ്ട് കരിയാപ്പില കുറച്ചുകൂടെ ഇടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിയാപ്പിലയൊക്കെ ചേർക്കുന്നത് അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് കരിയാപ്പില കൂടുതൽ ഇഷ്ടമുണ്ട്, ചിലർക്ക് കരിയാപ്പില ഇഷ്ടമില്ല. അപ്പോൾ കരിയാപ്പില അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ചേർത്ത ശേഷം ഇനി ഇവനെ നമ്മൾ അടപ്പ് വെച്ച് മൂടി വെക്കുകയാണ് ഇതിൻ്റെ വേവാനായിട്ട്. ഇനി ഒരു ഏകദേശം 4-4.5 മണിക്കൂറോളം ഇവൻ ചെറു രീതിയിലിരുന്ന് വേവട്ടെ. വേവാനായിട്ട് വെച്ചിട്ടുള്ള 4 മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതിനിടയ്ക്കുള്ള ഓരോ സ്റ്റേജുകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. വെന്ത് വെള്ളം വറ്റി വരുന്നതും നെയ്യ് അതിലോട്ട് പിടിക്കുന്ന ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ വറ്റി ഇതായിട്ട് ലാസ്റ്റ് അടിപൊളിയായിട്ട് വേവും.
അതുവരെ ഓരോരോ സ്റ്റേജിലായിട്ട് നിങ്ങളെ കാണിക്കാം. ഏകദേശം വറ്റി റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഈ പാത്രത്തിൽ നിന്ന് നമ്മളിവനെ ഉരുളിയിലോട്ട് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇട്ടാണ് നമ്മൾ ഒലത്തി ഇവനെ ഉണക്കപ്പരുവത്തിലോട്ട് അല്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുന്നത്. എൻ്റെ മോനെ ഈ സമയത്ത് ആവി പൊങ്ങുമ്പോഴത്തേക്ക് അതിലെ മണവും അതും എല്ലാം കൂടെ വന്ന് അവിടെ നിൽക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. വല്ലാത്തൊരു ഫീലാണ്. അടിപൊളി. അപ്പോൾ ഇളക്കി അവൻ ഇത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ നേരെ ചെറുവറ്റിൽ നിന്ന് ഉരുളിയിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഉരുളിയിലേക്ക് മാറ്റി ഇനി അതിലിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയും ഇച്ചിരി മസാലയും ഉപ്പും കുറച്ച് തേങ്ങാക്കൊത്തും ചെറുള്ളിയും എല്ലാം കൂടി ഇട്ട് വരട്ടി ഇനി അവനെ സെറ്റപ്പ് ആക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ മണം എല്ലാം കൂടെ അടിച്ചിട്ട് കൺട്രോൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉരുളിയിലിരിക്കുന്നത് വരട്ടി ഇതാക്കുന്നതിനേക്കാളും മുമ്പ് ഇനി ഒരു കുഞ്ഞ് ചീനിച്ചട്ടിയിലോട്ടും കൂടെ മാറ്റാനായിട്ട് പോവുക. കാരണം ആർക്കും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ചീനിച്ചട്ടിയിലോട്ട് മാറ്റി അതും പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. പൊറോട്ടയും അതുപോലെ കട്ടൻ കാപ്പിയും കൂടി വെച്ച് അടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ ബൈ.